ശില്പ, നമ്മള് കല്യാണം കഴിക്കണമോ വേണ്ടയോ എന്ന് ഏറ്റവും ആത്യന്തികമായും തീരുമാനിക്കുന്നത് ആരാണ്? ഒബ്വിയസ്ലി നമ്മൾ തന്നെയാണ്. ആണല്ലോ. അപ്പൊ നമ്മളെല്ലാ എന്താ പറയാ, നമ്മുടെയൊക്കെ പാരന്റ്സിന് നമ്മൾ കല്യാണം കഴിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതല്ലാതെ നമ്മൾ ഇപ്പൊ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കുന്ന പാരന്റ്സും ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ പറയാണ്, ചില കേസുകളിൽ നമ്മൾ പറയും, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പറയാണ് എനിക്ക് കല്യാണം കഴിക്കണ്ട, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ എൻ്റെ പാരന്റ്സിന്റെ ആഗ്രഹം ഞാൻ കല്യാണം കഴിച്ച് കാണണം എന്നുള്ളത് തന്നെയാണ്. അവർ ഏത് വിധേനയും ശ്രമിച്ചിട്ടും ഞാൻ അതിന് വഴങ്ങുന്നില്ല. അവർ പല ആൺകുട്ടികളെയും കൊണ്ടുവന്ന് എന്നെ കാണിക്കുന്നു, അല്ലെ അവരുടെ ഫോട്ടോ കാണിക്കുന്നു, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. എങ്കിൽ പിന്നെ നീ പ്രേമിച്ചോളൂ, ഞങ്ങൾ അത് നടത്തിത്തരാമെന്ന് പറയുന്നു, അതിലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് മൊത്തത്തിൽ കല്യാണം എന്ന കൺസെപ്റ്റിനോടെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതല്ലാത്തൊരു ജീവിതം നയിക്കുന്നു. അപ്പൊ എൻ്റെ പാരന്റ്സിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാം, ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാം, നിങ്ങൾ അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കും. അപ്പൊ എൻ്റെ അമ്മയും അച്ഛനും കൂടെ വീട്ടിലിരുന്നിട്ട് ആ പ്രാർത്ഥന ഇങ്ങനെ 100 രൂപ അല്ലെങ്കിൽ 1000 തവണയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ കല്യാണം നടക്കും തോന്നുന്നുണ്ടോ ശില്പി? ആക്ച്വലി ഇതൊരു പരിധി വരയ്ക്കും അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെയാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷന്റെ ഒരു ചെറിയതൊരു ഭാഗമാണെന്ന് പറയാം. മേ ബി അതായിരിക്കും അവർ പറഞ്ഞു വെക്കുന്നത്. കാരണം പൊതുവെ ഈ മന്ത്രങ്ങൾ ഒരുപാട് വട്ടം ഉരുവിടുന്നത് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. 102 വട്ടം അല്ലെങ്കിൽ ഓരോ മന്ത്രങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് 1001 തവണ ജപിക്കുക. അത് ഒക്കെ ഈ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് ഇതിനെ നോർമലൈസ് ആയി സംസാരിക്കുന്നവര് റീസൺ ആയിട്ട് പറയാറുള്ളത്. പക്ഷെ ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ ഈ കല്യാണം കഴിക്കണമെങ്കിൽ മന്ത്രം ചൊല്ലിയിട്ടൊന്നും നടക്കണമെന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ന്യൂസ് ഒരു ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ആർട്ടിക്കിൾ പോലെ ഞാൻ വായിച്ചുതരാം. വിവാഹം എന്ന കൂദാശയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത ശൈലി പാശ്ചാത്യ നാടുകളിൽ വ്യാപകമാണ്. ഇതിന്റെ സ്വാധീനം വിദേശങ്ങളിൽ താമസിക്കുന്ന മലയാളി കുടുംബങ്ങളിലും പ്രകടമാണ്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം വേണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിവാഹിതരോ അല്ലെങ്കിൽ വിവാഹം കൂടാതെയുള്ള സഹവാസം അഥവാ ലിവിങ് ടുഗദർ ശൈലിയിലോ അല്ലെങ്കിൽ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അനേകം യുവജനങ്ങൾ നമുക്കിടയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ അവരെ ആ കുട്ടികളെ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എന്താ പറയുക യുവാക്കളെ യുവതികളെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾ വിശ്വാസത്തോടെ അവരുടെ കല്യാണം നടത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു തിരുവചനമുണ്ട്. ആ വചനം ഞാൻ വായിക്കാം. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. എനിക്കറിയില്ല ഇത് ആര് പറഞ്ഞതാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ബൈബിളിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിയിൽ മറ്റേ ജെറമിയ 29 ബൈബിളിലെ ഒരു വചനമായിരിക്കാം. പക്ഷെ ഇത് സംസാരിക്കുന്നത് ഇത് നോർമലി ഉള്ള ഒരു കുടുംബ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയോ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോ ഒരുപാട് റീലുകൾ കാണാറുണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഉരുളി കമത്തുന്നവർ, അതല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യുന്ന. ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു റീലാണ്, ഒരു സ്ത്രീയും കല്യാണം കഴിച്ചൊരു പാർട്ട്നേഴ്സ് ആണ് അവര്. അപ്പൊ ഈ പെൺകുട്ടി ഈ ഭർത്താവിനെ കൊണ്ട് ഉരുളിക്കുവാണ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട്. അപ്പോ എന്തിനാണെന്ന് ചോദിക്കുമ്പോ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭർത്താവ് പറയാണ് അതിന് നമ്മൾ ഇവിടെ ഉരുണ്ടിട്ട് കാര്യമില്ല, നമ്മൾ വീട്ടിൽ പോയി ഉരുണ്ടിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് ദൈവത്തെ വിളിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെ? അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഓക്കെ ഞാൻ ഇന്നിവിടെ ഇരിക്കാം എനിക്ക് കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല. അല്ലാതെ ഇപ്പൊ ദൈവത്തെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം എന്നില്ല. എന്റെ തീരുമാനം കൂടിയാണ്, അല്ലെങ്കിൽ എന്റെ ഡിസിഷനും കൂടി അവിടെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് നല്ലത് അത് സംഭവിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അല്ലാതെ ഈ എല്ലാതും പൊട്ട തീരുമാനങ്ങളാകാൻ നമ്മൾ റെഡിയല്ല. ഇപ്പൊ അനുപമ തീരുമാനിക്കുകയാണ് ഓക്കെ എനിക്ക് കല്യാണം കഴിക്കണം. ആ ഒരു തീരുമാനത്തിനൊപ്പം മേ ബി അനുപമ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ അതിനെ വിളിച്ച് അതും ആളുകൾക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യാശിക്കാൻ വേണ്ടി ഈ മനുഷ്യർ തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നാണ്. തീർച്ചയായിട്ടും അതെല്ലാം ഒരു ഹോപ്പിന്റെ ഭാഗമാണ്. കാരണം നമ്മളിപ്പോ ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കര പോസിറ്റീവായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് നമുക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ രാവിലെ നീക്കുമ്പോൾ തന്നെ ആരെങ്കിലും വിളിച്ച് നമ്മളൊന്ന് ചൊറിഞ്ഞു എന്ന് വിചാരിക്കാം, അന്നത്തെ ദിവസം ഇനിയിപ്പോ അവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് എന്ത് അവാർഡ് കിട്ടിയാലും നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഘടനയുടെ ഒരു സംഭവമാണത്. അപ്പൊ അത് തന്നെയാണ് ഈ പ്രാർത്ഥനകൾ കൊണ്ടും മാനിഫെസ്റ്റേഷൻ കൊണ്ടും ഹോമം കൊണ്ടും പൂജ കൊണ്ടൊക്കെ അൾട്ടിമേറ്റ്ലി എല്ലാവരും ഉന്നം വെക്കുന്നത്. ഒരു കോൺസെൻട്രേഷനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് തന്നെയാണ്. അല്ലാതെ വെറുതെ മന്ത്രം ചൊല്ലിയാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ കൊടുക്കേണ്ട ഒരു ഡെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ അനുഭവം, നമ്മൾ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊരാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടിയോ എന്നുള്ളത് എന്റെ താല്പര്യമാണ്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്നോട് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പോയിന്റിൽ ഈ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് ഇല്ലാതാവുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ എത്തും. അന്ന് ഈ പറയുന്ന കല്യാണം കഴിപ്പിച്ച ഒരാളായിരിക്കും എന്റെ കൂടെ ഉണ്ടാവുക. അന്ന് എന്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇയാളെ എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് നോക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സോക്കോൾഡ് ഇയാളെ ഞാൻ വിചാരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, അതാണല്ലോ കല്യാണം. അതെനിക്ക് തന്നില്ലെങ്കിൽ എന്ത് തെറ്റാണത്? പിന്നെ എന്തിനാണ് ഇവരെന്നെ കല്യാണം കഴിപ്പിച്ചത്? അതൊന്നാമത് ചോദ്യം. പിന്നെ രണ്ടാമത് ഈ ഇതിൽ പറയുന്ന ഒരു പോയിന്റാണ് ലിവിങ് ടുഗെദറിൽ പെട്ടുപോകുന്നു കുട്ടികൾ. ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതാണോ? എന്താണ് ഈ കല്യാണം? അൾട്ടിമേറ്റ്ലി ആരോ കണ്ടുപിടിച്ച ഒരു ആചാരത്തിന്റെ പുറത്ത് താലികെട്ട്, മിന്നികെട്ട് അല്ലെങ്കിൽ നിക്കാഹ്, ഇത്തരം ആചാരങ്ങൾ ചെയ്താൽ മാത്രമാണ് ഒരാണും പെണ്ണും ഒന്നിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്? അതുകൊണ്ട് ഒരുപാട് എന്താ പറയാ, അവിടെ അവർ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ എന്താണ് നടക്കുന്നത്? ഒരു ആണിനെയും ഒരു പെണ്ണിനെയും തമ്മിൽ ഈ ലീഗലി അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു ചടങ്ങുകളോടുകൂടി അവരെ ഈ കല്യാണം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ്. അതായത് എവിടെയോ കിടന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുന്നു, നമ്മൾ ഒന്നാവുന്നു, നമ്മൾ എന്താ അതിലൂടെ നമ്മൾ വീണ്ടും അതിൽ വിശ്വസിച്ചാൽ മതി എന്നുള്ളതല്ലേ. ഈ ലിവിങ് കല്യാണം കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഭാര്യയും അല്ലെങ്കിൽ സോക്കോൾഡ് ഭാര്യ ഭർത്താവ് ഇവർ രണ്ടുപേരും ഒപ്പം താമസിക്കും. ഇത് തന്നെയാണ് ലിവിങ് ടുഗെദർ ചെയ്യുന്നത്. ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ഒപ്പം താമസിക്കും എന്നുള്ളതാണ്. അല്ലാതെ അവിടെ രണ്ടുപേരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റമൊന്നും വരുന്നില്ല. അവർ രണ്ടുപേരും ഒപ്പം ജീവിക്കുന്നു, ഒപ്പം കാര്യങ്ങൾ നോക്കുന്നു, ഒപ്പം ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒപ്പം കിടന്നുറങ്ങുന്നു. ഇത് തന്നെയാണ് ലിവിങ് ടുഗെദർ ആണെങ്കിലും കല്യാണമാണെങ്കിലും സംഭവിക്കുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. ഈ താലി വേണമെങ്കിൽ വെറുതെ ഒരു മാലയായിട്ട് ആ കുട്ടിക്കിടാം. അതൊക്കെ കൂട്ടർ പേഴ്സണൽ താല്പര്യമാണ്. ഇപ്പൊ എത്ര പേരാണ് ഇവിടെ താലി ഇട്ട് നടക്കുന്നത്? വളരെ കുറവാണ്. എത്ര പേരാണ് സിന്ദൂരം തൊട്ട് നടക്കുന്നത്? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ മനസ്സിൽ ഫീഡായി പോയി. ഈ ചടങ്ങ് നടന്നാലേ കല്യാണം നടന്നിട്ടുള്ളൂ. ഇപ്പൊ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന ഒരുപാട് കപ്പിൾസിനെ നമുക്ക് ഈ ഇടയ്ക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ ഇന്ത്യയുടെ ലീഗാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ ചെയ്താലാണ് അവർ ഒഫീഷ്യലി മേ ബി അവരുടെ സർട്ടിഫിക്കറ്റ് പർപ്പസുകൾക്ക് അല്ലെങ്കിൽ ഭാവിയിലുള്ള നമുക്കൊരു മ്യൂച്വൽ ലോൺ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അക്കൗണ്ട് വേണമെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾക്ക് നമുക്ക് ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ തീരുള്ളൂ. അത് നമ്മുടെ നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ലീഗൽ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഒരാചാരപ്രകാരവും കല്യാണം കഴിക്കാതെ. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരാചാരപ്രകാരവും കല്യാണം അവരെന്താ ഒപ്പം താമസിക്കുന്നില്ലേ? അതിൽ തെറ്റുണ്ടോ? ഇല്ല. ഈ ലിവിങ് ടുഗെദർ ചെയ്യുന്നത് ഇപ്പൊ ഒരാളുടെ ഒപ്പം താമസിച്ച് കുറച്ചു കാലങ്ങൾ നോക്കി അവർക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത് ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഈ സോക്കോൾഡ് ഈ വീട്ടുകാർക്ക് വേണ്ട പോലെ കല്യാണം നടത്തിയേ എന്തെങ്കിലും ചെയ്യട്ടെ. അതൊക്കെ ഒരാളുടെ അല്ല, രണ്ടുപേരുടെ താല്പര്യങ്ങളാണത്. ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആണിന്റെയും പെണ്ണിന്റെയും താല്പര്യങ്ങൾ മാത്രമാണ്. വീട്ടുകാരുടെ ആഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒബ്വിയസ്ലി പണ്ട് കാലം മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് മക്കളുടെ കല്യാണമാണ്. അതല്ല അവരുടെ ജീവിതത്തിൽ വേറെ എത്ര പോയിന്റുകളുണ്ട്. ഈ മക്കളെ ജോലി ചെയ്ത് അവരെ നോക്കുക എന്ന് പറയുന്നതല്ലേ. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് കെട്ടിച്ചു വിടാൻ വേണ്ടി മറ്റേ പോത്തുകുട്ടീനെ അറക്കാൻ വളർത്തുന്ന പോലെയാണ് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ടി നിൽക്കുവാണ് 24 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ. അവർക്ക് ആക്ച്വലി ഒരു എന്താ പറയാ വാണിജ്യ ഉൽപ്പന്നം. ശില്പം ഇപ്പൊ പറഞ്ഞ പോലെ ഈ പോത്തിനെ വളർത്തുന്ന പോലെ. കാരണം അത് എല്ലാം കൊണ്ടും കൃത്യമാണ്, കറക്റ്റാണ് പോത്തിനെ വളർത്തുക എന്ന് പറയുന്നത്. കാരണം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എന്തെങ്കിലും വിവാഹ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വന്നിട്ട് ചോദിക്കും ബന്ധുക്കളും എല്ലാവരും, കൊടുക്കാറായോ? ഈ പോത്തിനെ വിൽക്കാൻ ചന്തയിൽ നിർത്തിയ പോലെയാണ് കൊടുക്കാറായോ. നമ്മൾ ഒരുമാതിരി ഓക്വേർഡ് സിറ്റുവേഷനിൽ അവിടെ നിൽക്കണം എന്നുള്ളതാണ്. നമുക്ക് അത്രയും പ്രായമായി പോയത് ഒരു തെറ്റാണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്നുള്ളത്. ഞാൻ ചില പോയിന്റിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ കെട്ടിച്ചു വിടാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാധ്യതയെ പോലെ വളർത്തിക്കൊണ്ടുവരാനാണെങ്കിൽ ഇവർ എന്തിനാണ് ഈ കുട്ടികളെ ജനിപ്പിക്കുന്നത്? അതെ, അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അതായത് വേണ്ടെന്ന് വെക്കണം. ഇവര് എത്ര സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. കോണ്ടങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെതായ സർജറികളുണ്ട്. അവർക്ക് വേണ്ട ലൈംഗിക സുഖം അവർ അനുഭവിക്കട്ടെ. കുട്ടികളെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ പോരെ. അത് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? ഇല്ല. അത് അവരുടെ പേഴ്സണൽ എൻജോയ്മെന്റിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്ലഷേഴ്സിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, ചിലര് കുട്ടികൾ വേണം എന്ന് തന്നെ ആഗ്രഹിച്ച് സൃഷ്ടിക്കുന്നവരാണ്. ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു പെർസെന്റേജോളം കുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പക്ഷം ആളുകളുണ്ട്. ഉണ്ട്. അപ്പം ഈ വളർന്നു വരുന്ന കുട്ടികളിൽ അവരുടെ എന്താ പറയാ അതൊരു സ്വാർത്ഥത തന്നെയാണ്. അതായത് മക്കളുടെ ജീവിതം മക്കൾക്ക് അല്ലെങ്കിൽ ആ മക്കളോ ആരേലും ആവട്ടെ, ആ ജനിച്ച് വളർന്നു വരുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. അവർക്ക് ഈ അച്ഛനും അമ്മയ്ക്കും ഉള്ള പോലത്തെ അതേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ആ മനുഷ്യൻ അവർക്കും ഉണ്ട്. അപ്പം അവര് വളർന്നു വരുമ്പോൾ അവര് ഈ ഒരുമാതിരി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ
വിൽക്കുന്നിടം വരെ ഒരു കോട്ടവും സംഭവിക്കാതെ അങ്ങനെ ഒരു എന്താ പറയാ കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് ഒരാളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യുക. പിന്നെ ഇനി എനിക്കൊന്നും അറിയണ്ട, എന്റെ കയ്യിൽ അത് സേഫ് ആയിരുന്നു, ഇനി നിങ്ങളുടെ കയ്യിൽ സേഫ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ ഒരു മെന്റാലിറ്റിയാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണം കഴിച്ച് വിടുക എന്ന് പറയുന്നത്, ഇന്നിപ്പോ അത് ഒരുപാട് പേരുടെ ചിന്താഗതികൾ മാറി തുടങ്ങുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. പിന്നെ ഇതുപോലെയുള്ള മറ്റൊരു പ്രശ്നമാണ്, എനിക്ക് നടന്നില്ല, എന്റെ മക്കൾക്കെങ്കിലും അത് നടക്കണം. എനിക്ക് എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് അന്നത്തെ എന്റെ സാമ്പത്തിക ശേഷി കാരണം എഞ്ചിനീയർ ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്റെ മോനോ മോളോ എഞ്ചിനീയർ ആവട്ടെ. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ എന്തിനാണ് എന്റെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അവർക്ക് വേണ്ട ആഗ്രഹങ്ങളല്ല. ഞാൻ വീണ്ടും അതൊരു സൈക്കിൾ പോലെ തുടരില്ലേ. ഞാൻ എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിച്ചു, ഞാൻ എന്റെ മോളെ എഞ്ചിനീയർ ആക്കി. എന്റെ മോള് ചിലപ്പോൾ ഡോക്ടർ ആവാനാവും, അത് അവളുടെ മകളെ അടിച്ചേൽപ്പിക്കുന്നു. അതിന്റെ ആവശ്യകതയുണ്ടോ? നമുക്ക് സാധിച്ചില്ലെന്ന് വെച്ചാൽ അവരുടെ ടേസ്റ്റ് ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല. പക്ഷെ ഒരു പോയിന്റ് വരെ ഇവിടുത്തെ എല്ലാ പാരന്റ്സും ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് എന്റെ മോൾക്ക് പറ്റട്ടെ, അല്ലെങ്കിൽ എനിക്കത് നടക്കാത്തത് കൊണ്ട് അവർക്ക് അത് സ്നേഹം കൊണ്ട് ചിന്തിക്കുന്നതായിരിക്കാം, അവരുടെ ലൈഫിന്റെ ബെറ്റർമെന്റിന് വേണ്ടി ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷെ അവരുടെ സന്തോഷം എന്താണ് ചിന്തിക്കാത്തത്? അതൊരു വലിയ പോയിന്റ് ആണ്. ഈ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്ന എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ള ഒരു പോയിന്റ്, അവരുടെ ഡിസിഷനാണ്. അവർക്ക് സെറ്റിൽ ഡൗൺ ആവണം എന്ന് തോന്നുമ്പോൾ അവർ സെറ്റിൽ ഡൗൺ ആവട്ടെ. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചിട്ട് ഇവിടെ ആർക്കും മെഡലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ അതുകൊണ്ട്? ഒരു കപ്പും കിട്ടാൻ പോണില്ല. ഇല്ല. വീട്ടുകാർ പറയുന്നത് എന്താണ്? ടെൻഷനാണ്. ഒരു പെൺകുട്ടി പ്രായപൂർത്തി, എന്താണ് ഇത്രത്തോളം ടെൻഷൻ? ആദ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കാൻ എന്താ ഈ വീട്ടുകാർക്ക് ടെൻഷൻ ഇല്ല? അവിടെ മറ്റേ ഓണർഷിപ്പ് കൈമാറ്റം നടത്തിയല്ലോ. പക്ഷെ അതുകൊണ്ട് ഇവര് മകളല്ലാതെ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ മകനല്ലാതെ ആകുന്നുണ്ടോ? അവർക്ക് പിന്നെ ഇങ്ങനെ എന്താ പറയാ, നോക്കിയാ മതി, നോക്കി പരിരക്ഷിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഈ പണ്ട് കാലത്ത് എന്തോ ഒരു ശ്ലോകം ഒക്കെ ഉണ്ട്, നമ്മളെ ജനിച്ച പാടെ അച്ഛൻ നോക്കും, കൗമാരത്തിൽ എനിക്ക് തോന്നുന്നു ബ്രദർ, അത് കഴിഞ്ഞാൽ ഭർത്താവ്, അത് കഴിഞ്ഞാൽ മകൻ, ഇതാണ് സ്ത്രീകളുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞൊരു ശ്ലോകമൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം സ്ത്രീകളാണ് ഇവിടെ ഇന്ന് ഭർത്താക്കന്മാരില്ലാതെ ജീവിക്കുന്നത്. എത്രയോ ചെറുപ്രായത്തിൽ 17, 18, 16 വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിച്ച സ്ത്രീകള് 10-20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സ് ആയി, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വേറെ സ്ത്രീകളുടെ കൂടെ പോയി, പിന്നീട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പൊ ഇവരെന്താ ചെയ്യാ? കൊന്നു കളയാൻ പറ്റൂ? അല്ലെങ്കിൽ പണ്ട് കാലത്തെ സതി പോലത്തെ ആചാരങ്ങൾ വീണ്ടും കൊണ്ടുവരേണ്ടി വരും. ഭർത്താവ് മരിക്കുമ്പോൾ അങ്ങനെ ഡിപ്പെൻഡന്റ് ആയി വളർത്തുന്നവരല്ലല്ലോ. അല്ല. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും, ആണായാലും പെണ്ണായാലും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇപ്പൊ ആൺകുട്ടികളും ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ, അതല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുമ്പോൾ അവരിൽ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഓക്കെ, ജോലി ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. സപ്പോർട്ടിങ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ലല്ലോ, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആ രീതിയിലാണ് ഇന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ഇന്നും ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഡിഗ്രിക്ക് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാണ്? ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ പോകുമ്പോൾ പിള്ളേരെ കാണുമ്പോൾ എന്താ പഠിക്കുന്നത്? ഞാന് ഇംഗ്ലീഷ് പഠിക്കാം, BA ഇംഗ്ലീഷ് പഠിക്കാം. എന്നിട്ട് എന്താ പരിപാടി? എന്നിട്ട് എന്താ കല്യാണമൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ BA ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഡിഗ്രി എന്ന് പറയുന്ന ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയി നമ്മുടെ സൊസൈറ്റി കാണാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ ഡിഗ്രി വരെ കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഡിഗ്രി വരെയും പോകത്തില്ല. ഈ ഡിഗ്രി കഴിയുമ്പോഴേക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും, അതിന്റെ റിസൾട്ട് വന്ന് MAക്ക് ജോയിൻ ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കുട്ടികളായി. എത്രത്തോളം ടാലന്റഡ് ആയ കുട്ടികളാണ് അതിൽ ഇല്ലാതെ ആവുന്നതെന്ന് അറിയോ? എന്റെ അറിവിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊപ്പം പഠിച്ച, അല്ലെങ്കിൽ നമ്മൾ വേറെ ലെവലിൽ എത്തിപ്പോകും എന്ന് നമ്മൾ ചിന്തിച്ച ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫാണ് ഇവർ സ്പോയിൽ ചെയ്ത് കളയുന്നത്. ഇവരുടെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി അത് ഇവരുടെ തലയെ കയറ്റി വെക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും ഭാരം ഇറക്കുകയാണ് പെൺമക്കളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഈ പെൺമക്കളെ എടുത്ത് അടുത്ത ഭാരത്തിലേക്ക് എടുത്തിടുകയാണോ ചെയ്യേണ്ടത്? ഫൂളിഷ്നെസ് ആണ്. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് വിഷയം പറയുകയാണെങ്കിൽ മന്ത്രം ചൊല്ലിയാൽ കല്യാണം നടക്കില്ല. അതെ, നമ്മളിവിടെ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു ജാതിയെയോ ഒന്നിനെയും എല്ലാ മതത്തിലും ഉണ്ട്. അതെ ഇല്ലേ? അതെ, അത് അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അതല്ല നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശം തന്നെ, അതല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എന്താ മന്ത്രം, ബൈബിളിലെ വാചകമാണെന്നിരിക്കട്ടെ, ഈ നമ്മള് ഹിന്ദുയിസത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര മന്ത്രങ്ങളാണ്. കല്യാണം കഴിക്കാൻ, പൈസ വരാൻ, ഒരുപാട് മന്ത്രങ്ങളുണ്ട്. പക്ഷെ ഈ വെറുതെ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലി ഒന്നും നടക്കില്ല. ഈ മന്ത്രങ്ങളെ കുറിച്ച് അറിയുന്നവരോട് നമ്മൾ എത്ര പേരോട് ഇതേപോലത്തെ ഫൂളിഷ്നെസ് മറ്റു പല മതങ്ങളിലും, ഇസ്ലാമിസത്തിൽ കാണാറില്ലേ? എന്താ അസുഖങ്ങൾ മാറാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഊതിയിട്ട് കൊടുത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും എന്ന് പറയുന്ന, അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഏത് മതത്തിൽ നിന്നുള്ളതാണെന്നോ അതൊന്നുമല്ല. ഇത്
ഇത് എന്താ പറയാ, ഇതിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഇത് കേട്ട് ഇത് വിശ്വസിച്ച് ഇതിരുന്ന് ജപിക്കുന്ന ആളുകൾ അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിലെ വരികൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ പെരുകണം, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോയത്. ഇവിടെ പോപ്പുലേഷൻ വല്ലാതെ കൂട്ടി വിട്ടിട്ട് ഇവിടെ എന്താണ് ഗുണം? ഭൂമിക്ക് കുറെ ഭാരമായി കുറെ സാമൂഹ്യ വിരുദ്ധേനെയും സൃഷ്ടിച്ചു വിട്ടിട്ട് എന്താണ് കാര്യം? പോപ്പുലേഷൻ ഒരു കാര്യം ഇപ്പോ പണ്ട് കാലത്തൊക്കെ ഒരു 6-7 കുട്ടികൾ, ഇപ്പൊ നമ്മുടെയൊക്കെ അച്ഛമ്മമാരുടെ ഒക്കെ അമ്മമാരുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് തന്നെ കാണാൻ നമുക്കൊരു 4-5 സിസ്റ്റർ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ ഒക്കെ മക്കളെ നോക്കി കഴിഞ്ഞാൽ 2 പേര്, മാക്സിമം 3, അതിൽ കൂടുതൽ പോയി നമ്മൾ കാണില്ല. അത് കുറഞ്ഞു. അത് ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു, വളരെ യങ് ആയിട്ടുള്ള 2 പേരാണ്, 6 കുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. അവർക്ക് അതാണ് ഇഷ്ടം. സോ അവർക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ താല്പര്യം അതാണെങ്കിൽ ലെറ്റ് ദം. ഇപ്പൊ അനുപമയ്ക്ക് കുട്ടി വേണ്ടെന്നുള്ളതാണെങ്കിൽ കുട്ടി വേണ്ട, അനുപമയെ നിർബന്ധിക്കാൻ പറ്റില്ല. ഇത് അനുപമയുടെ ശരീരമാണ്, അനുപമയുടെ താല്പര്യമാണ്, അനുപമയുടെ ജീവിതമാണ്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് കുട്ടി വേണ്ട, അല്ലെങ്കിൽ എനിക്ക് 3 കുട്ടികൾ വേണം, അല്ലെങ്കിൽ എനിക്ക് 10 കുട്ടികൾ വേണം, ഞാൻ പ്രസവിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് അതിലൊരു മോശമില്ല. എനിക്ക് നല്ല ആർക്കും പുറത്തുനിന്നുള്ള ഒരു മനുഷ്യനും അതിനകത്ത് വന്നിട്ട് അയ്യോ ശില്പ അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കിക്കോ എന്നൊന്നും പറയാൻ ആർക്കും പറ്റില്ല. നമ്മൾ ചൈനയിൽ നമ്മൾ കണ്ടു ഈ 1 ചൈൽഡ് പോളിസി കൊണ്ടുവന്നത്. ഇപ്പോൾ അവർ വീണ്ടും അതിന്റെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ അവിടുത്തെ യൂത്ത് എന്ന് പറയുന്ന പോപ്പുലേഷൻ വളരെയധികം ഡീക്ലൈൻ ചെയ്തതുകൊണ്ട് അവരുടെ വികസനങ്ങളെ അത് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരാളുടെയും ഒന്നിനെയും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ആൻഡ് ഇപ്പൊ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും കൂടുതലാണ്. സോ അതിൽ വർത്താനം പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്.